നമസ്കാരം. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം നടക്കുന്നു. ന്യൂനപക്ഷ പ്രീണനത്തിനായി മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്കായി പലതും വഴിവിട്ട് ചെയ്യുന്നു എന്ന ആരോപണം ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു. എല്ലാ സാമുദായിക സംഘടനകളും സർക്കാർ പുലർത്തുന്ന ഇത്തരം പ്രീണന നയത്തിനെതിരെ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. SNDP യോഗത്തിന്റെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ് മുസ്ലിങ്ങൾക്കെതിരായുള്ള പ്രസ്താവനയുമായി നേരിട്ട് മാധ്യമങ്ങളെ കണ്ടതും വഴിമരുന്നിട്ടതും. ആദ്യം വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളോട് ഏതെങ്കിലും രീതിയിൽ പൊരുത്തപ്പെടുന്നതാണോ എന്ന് പരിശോധിക്കാം. സത്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ആശയത്തിന് കടകവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത് എന്ന് കാണാം. അതായത്, അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നായിരുന്നു. ഈ സങ്കല്പത്തിന് കടകവിരുദ്ധമായ ഒരു പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത്. അതിനെ തുടർന്ന് വെള്ളാപ്പള്ളിയെ ഇതുവരെ കൊണ്ടു നടന്ന CPI നേതൃത്വം പോലും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് അതുവഴി വഴി തുറന്നത് എന്ന് പിന്നാലെ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയിൽ നിന്ന് നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത്, ജനാധിപത്യ സംവിധാനത്തിന് നിരക്കാത്ത തരത്തിൽ ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയ വെള്ളാപ്പള്ളിക്ക് ശ്രീനാരായണീയ സമൂഹത്തിൽ നിന്നും CPM-ൽ നിന്നും തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത അടക്കമുള്ളവർ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇനി അഥവാ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിലേക്ക് തന്നെ നോക്കിയാൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് പ്രധാന കാരണം സംഘടനയെ വിഭാഗീയതയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വെള്ളാപ്പള്ളി പരാജയപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ഡയറക്ടറായ പ്രൊഫസർ P. നസീറിന്റെ ലേഖനത്തെ നമുക്ക് കാണാൻ കഴിയുക. P. നസീർ ചില വാദമുഖങ്ങൾ, കണക്കുകൾ നിരത്തി അവതരിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാരുടെ കണക്കുകളാണ് പറയുന്നത്. അതിങ്ങനെയാണ്. കഴിഞ്ഞ 65 വർഷത്തെ കണക്കാണ് അദ്ദേഹം പറയുന്നത്. ഐക്യ കേരളം പിറവിയെടുത്ത് 6.5 പതിറ്റാണ്ടിനുള്ളിൽ ഇവിടെ 48 ചീഫ് സെക്രട്ടറിമാരുണ്ടായി. അതിൽ ഒരാൾ പോലും കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടിട്ടില്ല. അതായത്, കഴിഞ്ഞ കാലങ്ങളിൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും തന്നെ നിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. UDF-ന് ഒപ്പം തന്നെ ലീഗ് നിൽക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിം പ്രീണനം ഏറ്റവും കൂടുതൽ നടത്തുന്ന മുന്നണി എന്ന നിലയിലാണ് UDF-നെ എല്ലാവരും കാണുന്നത്. എന്നാൽ UDF-ന്റെ ഭരണകാലത്ത് മുസ്ലിം സമുദായം ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനുള്ളതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നു. ഭരണകാലത്ത് അവിഹിത നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് പലരും ഈ മുസ്ലിം ലീഗിനെ കരുതിപ്പോരുന്നത്. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഒരു രാഷ്ട്രീയ നീക്കത്തെ മുൻനിർത്തിയാണ് നസീർ അതിനെയും വിലയിരുത്തുന്നത്. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ സീറ്റിന്റെ നേട്ടം മുസ്ലിം ലീഗിന് തന്നെയായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. രണ്ടാം ഘട്ടം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് യുക്തിരഹിതമായ 5ാം മന്ത്രിവാദം ഉയർന്നു വന്നു. വെറും 72 MLA-മാർ മാത്രമുള്ള ഭരണമുന്നണിയിൽ 21 MLA-മാരുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് 20 അംഗ മന്ത്രിസഭയിൽ 5ാമതൊരു അംഗത്തെ കൂടി നൽകുന്നത് കൊടിയ വർഗീയ പാതകമായി അന്ന് ചിത്രീകരിക്കപ്പെട്ടു. സംസ്ഥാന ജനസംഖ്യയിൽ 4/1 കൂടുതൽ ഔദ്യോഗികമായും 3/1 അനൗദ്യോഗികമായും വരുന്ന ഒരു സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ തിരസ്കാരം കൂടിയായിരുന്നു അത്. അതേസമയം പിണറായി സർക്കാരിൽ ഒരേ സമുദായക്കാരായ 10ഓളം മന്ത്രിമാരുണ്ടായിരുന്നത് മലയാളി ജീവിതത്തിൽ ഒരുവിധ സാമുദായിക അസന്തുലിതത്വവും സൃഷ്ടിച്ചതുമില്ല. മറ്റ് സാമുദായ സംഘടനകൾ ഉയർത്തുന്ന വാദത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഭരണമുന്നണിയിൽ മുസ്ലിം ലീഗ് മുഖ്യ ഘടകകക്ഷിയായിരിക്കുമ്പോഴാണ് പൊതുവെ മുസ്ലിം പ്രീണന ആരോപണം വ്യാപകമാകാറ്. നഗരഹൃദയത്തിൽ സെന്റിന് കോടിയിലേറെ വിലയുള്ള ഭൂമി സർക്കാരിൽ നിന്ന് സൗജന്യമായി പതിച്ചു വാങ്ങുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും ഡസൻ കണക്കിന് സ്ഥാപനങ്ങളുടെയും 100 കണക്കിന് തസ്തികകളുടെയും മുടങ്ങിക്കിടക്കുന്ന നിയമനാധികാരം അവിഹിതമായി നേടിയെടുക്കുക, പെരുന്നയിലെയും കണിച്ചുകുളങ്ങരയിലെയും നേതാക്കന്മാരുടെ കൽപ്പന പ്രകാരം സർക്കാരിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമനം നൽകുക തുടങ്ങി ഒരു ബഹുതല ഗുണഭോക്തൃ അഭ്യാസമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നടന്നു വരുന്നത്. ഇതാണ് നസീർ ഉയർത്തുന്ന മറ്റൊരു വിമർശനം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൈവത്തേക്കാൾ മഹത്വവൽക്കരിച്ചാണ് ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി തന്റെ പ്രചരണങ്ങളിൽ കണിച്ചുകുളങ്ങര തമ്പുരാനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. അങ്ങനെ പല നേട്ടങ്ങളും ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ പതിവ്. നസീറിന്റെ വിമർശനം പിന്നെ ഇങ്ങനെയാണ്: ആനുകൂല്യങ്ങൾ കാക്ക കൊത്തിക്കൊണ്ടു പോകുന്നത് കണ്ട് ഇളിഭിരായിരിക്കാനാണ് കാക്കാമാരുടെ നിയോഗം എന്നാണ്. അവർക്ക് ആകെയുള്ളത് വഖഫ് ബോർഡും ഹജ്ജ് കമ്മിറ്റിയും. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ലേഖനത്തിൽ കണക്കുകൾ കൊണ്ട് സംസാരിക്കുകയും കൂടി നസീർ ചെയ്യുന്നു. പ്രധാനമായും വെള്ളാപ്പള്ളി നടേശനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നസീർ ഉയർത്തുന്ന ആരോപണങ്ങൾ. 2015 നവംബറിൽ കോഴിക്കോട് അഴുക്കുചാലിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളികളായ നരസിംഹന്റെയും ഭാസ്കർ റാവുവിന്റെയും ജീവൻ രക്ഷിക്കാൻ എടുത്തുചാടി ജീവഹാനി സംഭവിച്ച ഓട്ടോറിക്ഷ തൊഴിലാളി നൌഷാദിന് നൽകിയ മരണാനന്തര ധനസഹായത്തിൽ പോലും
ജാതി കണ്ടെത്തിയ വെള്ളാപ്പള്ളി നടേശനാണ് ഇപ്പോഴും വിദ്വേഷ പ്രചാരണവുമായി മുന്നിലുള്ളത്. 2 കേന്ദ്ര സർവകലാശാലകൾക്ക് പുറമെ സംസ്ഥാനത്ത് 14 സർവകലാശാലകളാണ് UGCയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിയമന നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ പ്രധാന സമുദായങ്ങൾക്കും ഈ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായി വേണ്ടതിലധികം പ്രാതിനിധ്യം ലഭിച്ചപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാൾ പോലും ഇപ്പോൾ ഈ പദവിയിൽ ഇല്ല. കുറച്ചു മുൻപ് പുതുതായി രൂപവൽക്കരിക്കപ്പെട്ട സർവകലാശാലയിൽ ഒരു മുസ്ലിം അക്കാദമിഷ്യനെ നിയമിച്ചപ്പോൾ സാക്ഷാൽ വെള്ളാപ്പള്ളി തന്നെ നിലവിളിച്ചു, സർവകലാശാലകളിലും ജിഹാദികൾ എത്തുന്നുണ്ട് എന്ന്. ഇതൊക്കെ നസീറിന്റെ ലേഖനത്തിലെ വിമർശനങ്ങളാണ്. സംസ്ഥാനത്ത് 2 ഡസനിലധികം സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. 150-ലേറെ പേരാണ് ഇത്തരം കമ്മീഷനുകളിൽ ചെയർമാനും അംഗങ്ങളുമായി പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ വെറും 4 പേരാണ് മുസ്ലിം സമുദായത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടത്. മിക്കവാറും കമ്മീഷനുകളിൽ ഇവർക്ക് യഥാക്രമം ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി പദവികളും അതനുസരിച്ച ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ലഭിച്ചു വരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും സമാന സ്വഭാവത്തിലുള്ള ചില കമ്മീഷനുകളിലെ ചെയർമാനും അംഗങ്ങൾക്കും വെറും സിറ്റിംഗ് അലവൻസ് മാത്രമാണ് നൽകാറുള്ളത്. എന്നാൽ സാമ്പത്തികമായി കുത്തുവാളയെടുത്ത കേരളം ചെലവ് നിയന്ത്രണത്തിന്റെ ഭാഗമായി പോലും ഈ പണന്തീനി കമ്മീഷനുകൾക്ക് സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നിട്ടില്ല. പലപ്പോഴും സർവീസിൽ നിന്ന് വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനവും തോറ്റ MLA-മാരെയും ഭരണകക്ഷിയോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയക്കാരെയും മറ്റും കുടിയിരുത്താനുള്ള ഇടമായി കൂടി ഇടത് വലത് കക്ഷികൾ ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത നസീറിന്റെ വിമർശനത്തിലേക്ക് പോകാം. ഇനി സംസ്ഥാന മന്ത്രിസഭയിലേക്ക് വരാം. 20 അംഗ മന്ത്രിസഭയിൽ ജനസംഖ്യാനുപാതികമായി കുറഞ്ഞത് 6 പേരെങ്കിലും വരേണ്ടതാണ്. 2 പേരാണ് മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്ത് ഇപ്പോൾ ക്യാബിനറ്റിലുള്ളത്. ഈ മന്ത്രിമാർക്കെല്ലാവർക്കും കൂടി 489 പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ മുസ്ലിങ്ങളെ സദാ പ്രീണിപ്പിക്കുന്ന പിണറായി വിജയന്റെ ഓഫീസിൽ കയറി നോക്കുക. പ്രൈവറ്റ് സെക്രട്ടറി മുതൽ അഡീഷണൽ സെക്രട്ടറി വരെയുള്ള ഉന്നത തസ്തികകളിൽ മാത്രം 14 പേരുണ്ട്. അതിലേറ്റവും കുറഞ്ഞ റാങ്കായ അഡീഷണൽ സെക്രട്ടറിയുടെ അടിസ്ഥാന ശമ്പളം 1,23,700 രൂപയാണ്. മറ്റു ആനുകൂല്യങ്ങൾ പുറമെ. ഇതിലൊരാൾ പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഇല്ല. സമാന തസ്തികകളിൽ മാത്രം മറ്റ് 20 മന്ത്രിമാരുടെ ഓഫീസുകളിൽ ശരാശരി 100-ലധികം പേരുണ്ട്. കുറ്റം പറയരുതല്ലോ, മുസ്ലിം സമുദായത്തിൽ നിന്ന് ഈ ഓഫീസുകളിൽ 2 പേരുണ്ട്. 130-ലധികം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ചെയർമാൻമാരുടെയും MD-മാരുടെയും എണ്ണവും ഒറ്റ അക്കത്തിൽ ഒതുങ്ങുന്നു. CPM നേതൃത്വം കൊടുക്കുന്ന ഇടതു മുന്നണിയിലെ 99 MLA-മാരിൽ 15 പേരാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത്. കോൺഗ്രസ് ആകട്ടെ എപ്പോഴും മുസ്ലിം പ്രാതിനിധ്യം മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിൽ മാത്രം ടാലി ചെയ്യാനാണ് ശ്രമിച്ചു വരുന്നത്. പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ നിന്ന് ഈ സമുദായത്തെ മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം തന്നെയാണ് ഇത്. ഇടത് ഐക്യമുന്നണികൾ മുസ്ലിങ്ങളെ കേവലം വോട്ടർമാരായി മാത്രം ഉപയോഗിച്ചു വരുന്ന പൊതുരീതി കൂടി ഇവിടെയുണ്ട്. നിയമനിർമ്മാണ സഭകളിലും ഭരണ നിർവഹണ രംഗത്തും നീതിന്യായ കോടതികളിലുമൊക്കെയുള്ള മുസ്ലിം പ്രാതിനിധ്യക്കുറവിന്റെ വിവരണത്തിന് ഒരു നെടുനീളം പട്ടിക തന്നെ വേണ്ടിവരും. എന്നിട്ടും മുസ്ലിം പ്രീണനത്തെക്കുറിച്ചുള്ള അപക്വമായ പ്രസ്താവനകൾക്ക് നേരെ സർക്കാർ മൗനം ഭജിക്കുന്നത് അത്യാപത്കരമായ രാഷ്ട്രീയ നയമാണ്. ഈ രീതിയിലാണ് നസീറിന്റെ വിമർശനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു സമുദായത്തെ മുഴുവൻ കരിവാരി തേക്കാനായി മുന്നിട്ടിറങ്ങിയ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തം സമുദായത്തെ കൂടി ഒറ്റുകൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് നടത്തിയതെന്ന് P. നസീറിന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.